റോഡിന്റെ വശങ്ങൾ കുഴിച്ച് മെറ്റൽ പാകിയത് അപകട ഭീഷണിയാകുന്നു. വീതി കൂട്ടലിന്റെയും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടുന്നതിന്റെയും ഭാഗമായാണ് റോഡിന്റെ വശങ്ങൾ കുഴിച്ചിട്ടുള്ളത്. അരമത്തുമടം മണപ്പള്ളി റോഡിലാണ് വശങ്ങൾ കുഴിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ താലൂക്കിലെ പല റോഡുകളുടെയും വശങ്ങൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളി താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിന്റെ വശങ്ങൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇരുചക്രവാഹന യാത്രികരാണ് ഇതുമൂലം ഏറെ അപകടത്തിൽപ്പെടുന്നത്. പിന്നെ ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള രീതിയാണ് ഞങ്ങൾക്കുള്ളത്. കാര്യം ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഭാര്യയും ഭർത്താവൂടെ വന്നിട്ട് പറഞ്ഞു വീണ് തലമുട്ടി ആംബുലൻസിനകത്ത് നാട്ടുകാരാണ് കൊണ്ടുപോയത്. ആരാണോ എവിടെ ഉള്ളതാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ പലരും. പിന്നെ വൈകിട്ട് ട്രെയിൻ നിർത്തി വരുമ്പോൾ കുറേ പ്രൈവറ്റായിട്ട് ജോലിയുള്ളവർ ഗവൺമെൻറ് ജോലിയുള്ളവർ കുറേ സ്ത്രീകൾ ഇതിനെ കൂടെ ഭ്രാന്തെടുത്തായിരിക്കും വരുന്നത്. അതൊന്നും വീട്ടിൽ പോകേണ്ട കാര്യങ്ങളും പിള്ളേരെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. അന്നേരം അവർ വണ്ടിക്ക് സൈഡ് കൊടുത്തിട്ട് തിരിച്ച് കയറാൻ നേരത്ത് തലയും കുത്തി വീഴുക. ഇത് സ്ഥിരം ഒരു പതിവാണ്. ഇവിടെ ഉള്ള അയലത്തുള്ള ഈ റോഡിൻ്റെ വക്കിലുള്ള എല്ലാ വീട്ടുകാർക്കും ആശുപത്രി കൊണ്ടുപോകാനുള്ള ഒരു നേരമേ ഉള്ളൂ. രായും പകലും എല്ലാം വിളിച്ചു നോക്കും. അപ്പോൾ ആൾക്കാർ ഇറങ്ങി വരും. പിന്നെ വണ്ടി വിളിക്കും, ആംബുലൻസ് വിളിക്കും, ആശുപത്രി കൊണ്ടുപോകും. ഇതൊരു നിത്യ സംഭവമാണ്. ഇതിനൊരു അറുതി വരുത്തണം. അതുകൊണ്ട് PWD ഇതിനൊരു കർശന നടപടി സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. അരമത്തുമടം മണപ്പള്ളി റോഡിൽ നിരവധി അപകടങ്ങളാണ് സംഭവിച്ചത്. റോഡ് നിരപ്പിനേക്കാൾ താഴ്ന്ന മെറ്റൽ പാകിയിരിക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ വീണ് ഏറെ അപകടങ്ങൾ സംഭവിക്കുന്നു. തണ്ണീർക്കര ജംഗ്ഷനിൽ ബൈക്കിൽ വന്ന തഴവ കുതിരപ്പന്തി സ്വദേശി അജയൻ അപകടത്തിൽപ്പെട്ടതാണ് അവസാനത്തെ സംഭവം. സംഭവത്തിൽ പൊതുമരാമത്തിനെതിരെ നഷ്ടപരിഹാരത്തിനായി നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അജയൻ. പൈപ്പിടാൻ വേണ്ടി കട്ട് ചെയ്തിട്ടേക്കുന്നു. അവിടെ എഡ്ജ് നല്ല മൃദുവായിട്ട് മിനുസമായിട്ടിരിക്കും. അപ്പോൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് തെറ്റിപ്പോയി. കയറാൻ പോയപ്പോൾ ചർക്കിയതാണ്. ചർക്കി അങ്ങ് പോയിട്ട് പിന്നെ റോഡിലോട്ട് കയറാതായി. അങ്ങനെ മതി വാഹനങ്ങളൊക്കെ വന്നതുകൊണ്ട് അവരുടെ റോഡിലോട്ട് പോയില്ല. പക്ഷേ ബൈക്ക് വന്ന് എൻ്റെ കാലത്ത് തന്നെ വന്ന് ചട്ട അവിടെ പൊട്ടുന്ന ഒരു നടക്കാനും ഭയങ്കര നീരായിരുന്നു. കരാറുകാർ ജോലി വലിച്ചു നീക്കുന്നതാണ് നിർമ്മാണം കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്നാണ് ആക്ഷേപം. മാസങ്ങളായി ഇതേ സ്ഥിതിയിലാണ് റോഡ് കിടക്കുന്നത്. റോഡ് റീടാർ ചെയ്യുന്നതിന് മുൻപ് വാട്ടർ അതോറിറ്റി പൈപ്പിന്റെ ജോലികൾ നടത്തിയിരുന്നെങ്കിൽ റോഡ് പൊളിക്കേണ്ടി വരില്ലായിരുന്നുവെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ദിവസം MLA ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉടൻ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം നീണ്ടുപോകാനാണ് സാധ്യതയെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.